നാം ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലും സഹായിക്കുവാൻ ആരും എത്താൻ പറ്റാത്ത ഇടങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോഴും നമ്മളെ സഹായിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ചിലപ്പോൾ അയക്കില്ലായിരിക്കും. ആ സമയത്ത് ദൈവം തന്നെ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ പുത്രന്റെ രൂപത്തിൽ, ഇല്ല ദൈവത്തിൻ്റെ ദൂതന്മാരുടെ രൂപത്തിൽ അവൻ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇന്ന് ശാലോം സന്ദേശം ഈ ഞായറാഴ്ച കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന ആരും ഇടപെടാൻ, ആരും ഇറങ്ങി വരാൻ, ആരും സഹായിക്കാൻ, ആരും ആശ്വസിപ്പിക്കാൻ ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന, ഏറ്റവും ഭീതിപ്പെടുന്ന, ഇനി നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ കാണുകയില്ലെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലും ദൈവം വന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നാളെയും നിന്നെ നടത്തുമെന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 23-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് വന്ന് പൗലോസിനോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3-ാം മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് യെരുശലേമിൽ വിസ്തരിക്കപ്പെടുകയാണ്. യെരുശലേമിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ പൗലോസിനെ വിസ്തരിക്കുകയാണ്. വിസ്തരിച്ച ശേഷം അവരെ കൈസരിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്തു വരുമ്പോൾ യെരുശലേമിനും കൈസരിക്കും ഇടയിൽ വെച്ച് പൗലോസിനെ കൊന്നുകളയുവാൻ, ചീന്തിക്കളയുവാനായി വലിയൊരു കൂട്ടം ജനം തീരുമാനമെടുത്ത് പതിയിരിപ്പുകാരെ ആക്കി കാത്തിരിക്കുമ്പോൾ ആരും അവനെ സഹായിക്കാനില്ല. വെളിയിലിറങ്ങിയാൽ അവനെ കൊല്ലും. അവനെ സഹായിക്കാൻ പ്രാപ്തിയുള്ള ആരും ആ സമയത്തില്ല. കാരണം യഹൂദ മതകോടതിയുടെയോ ഗവൺമെന്റിന്റെ പോലീസുകാരെയോ അതിജീവിച്ച് പൗലോസിനെ വെടിവെച്ച് പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിയില്ലായിരുന്നു. എന്നാൽ അവിടെ 23-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ബാക്കി പറയേണ്ടത് നമ്മളാ. കർത്താവ് നമ്മളോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ച് സംശയം പറയല്ല, ആമേൻ പറയണം. ഹല്ലേലൂയ. നീ ധൈര്യമായിട്ടിരിക്കുക, നീ യെരുശലേമിൽ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് റോമിലും പറയേണ്ടതാകുന്നു. അപ്പൊ നീ പറയുമെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് ആ ആലോചന പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആകെ അകപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എത്തപ്പെടാൻ പറ്റിയിട്ടില്ല. എവിടെയും എത്തപ്പെടാൻ പറ്റാതെ എന്തിലൊക്കെയോ കുടുങ്ങി ബ്ലോക്കായിട്ട് ഒരു പൂർത്തീകരണത്തിൽ എത്താൻ സാധ്യതയില്ല, എല്ലാം പ്രശ്നമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്, നീ ഇന്നിവിടെ നിന്നതുപോലെ നീ കാലങ്ങൾക്കപ്പുറം ദൈവിക പദ്ധതിയുമായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉന്നതമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ സാക്ഷിയായി നീ മാറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ശൂന്യതയ്ക്ക് അപ്പുറം വഴിയുണ്ടെന്ന് മാത്രമല്ല, ഇന്നത്തെ ശൂന്യതയ്ക്ക് അപ്പുറത്തുള്ള ദൈവിക വഴി ശ്രേഷ്ഠമായ വഴിയായിരിക്കും, ഉന്നതമായ പാതയായിരിക്കും, ഉന്നതമായ സാഹചര്യങ്ങളിലായിരിക്കും ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ശേഷമാണ് പൗലോസ് ഒടുവിൽ ഒരു തടവുപുള്ളിയായിട്ട് കൈസരയിൽ നിന്ന് ഒടുവിൽ റോമിലേക്ക് പോകുവാനുള്ള വിധി വരുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് കപ്പൽ തകരാനുള്ള ഒരു സാഹചര്യം വരുന്നു. അവിടെ വെച്ചും കർത്താവിൻ്റെ ദൂതൻ പൗലോസിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, പൗലോസേ നീ ധൈര്യമായിരിക്കും. അത് അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ 25, 24, 25 വാക്യങ്ങൾ. പൗലോസേ ധൈര്യമായിട്ടിരിക്കുക, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നേരത്തെ നീ റോമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിക്കുമെന്നാണ് 23-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 25-ാം അധ്യായത്തിൽ 27-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വന്നപ്പോൾ നീ കൈസറുടെ മുമ്പിൽ തന്നെ നിൽക്കേണ്ടി വരും. നിന്നെ എങ്ങനെയും ഞാൻ എത്തിച്ച് റോമിൽ കൊണ്ടാക്കാന്നല്ല പറഞ്ഞത്, നീ കൈസറുടെ മുമ്പിൽ എന്റെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അടുത്തത് പൗലോസിന്റെ മറുപടിയാണ്, എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അപ്പൊ ദൈവം ഇന്നൊരു ദൂത് നിങ്ങൾ അതിജീവിക്കുമെന്നും മുന്നോട്ട് പോകുമെന്നും ശ്രേഷ്ഠമായ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങൾ എത്തുമെന്നും നിങ്ങളോട് ആലോചന പറഞ്ഞാൽ
അത് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ പറയാൻ തയ്യാറായാൽ മതി. ദൈവം എത്തിച്ചിരിക്കും. കപ്പൽ തകർന്നാലും, പാമ്പ് കടിച്ചാലും, തടസ്സങ്ങൾ ഉണ്ടായാലും. ഹല്ലേലൂയ. ചിലർ പറയത്തില്ല, അയ്യോ എല്ലാം കഷ്ടമാ പാസ്റ്ററെ, ദൈവദാസനെ എല്ലാം പ്രശ്നമാ, ഇടിവെട്ടി അവൻ്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെ ഇനി എനിക്ക് ജീവിതം കാണുകയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കപ്പൽ തകർന്നിട്ടും മരിച്ചില്ല, പിന്നീട് പാമ്പ് കടി ഏറ്റിട്ട് പാമ്പ് കടിച്ചിട്ടും മരിച്ചില്ല. എത്തുകയായിരുന്നു, അത് സംഭവിക്കുകയായിരുന്നേ. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം നിൽക്കുക. ഞാനത് വിശ്വസിച്ച് ഏറ്റു പറയുന്നിടത്തോളം കാലം. ചിലർ നേരത്തെ അങ്ങ് റിട്ടയർ ആകും. എനിക്ക് ചിലപ്പോൾ ഇത്രയൊക്കെ ദൈവം ആയുസ് വെച്ചിട്ടുള്ളതായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ അവസാനം എന്ന് പറഞ്ഞ് സ്വയമായി ദൈവം പറഞ്ഞ വചനങ്ങളെ ഉൾക്കൊള്ളാതെ സ്വന്തം അഭിപ്രായത്തെ എടുക്കുന്നവരുണ്ട്. അവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ദൈവം കൃപ തോന്നിയേക്കാം, ആരുടെയൊക്കെ പ്രാർത്ഥന മുഖാന്തരം. പക്ഷേ അവിടെ ഞാൻ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കാണ് പാമ്പ് കടിയേറ്റാലും എന്നെ കൊല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മരിക്കാതിരിക്കുന്നത്. കപ്പൽ തകർന്നാലും എന്നെ അക്കരെ എത്തിക്കുന്നതും മറുകര എത്തിക്കുന്നതും ഞാൻ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കാണ്. എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് പറഞ്ഞാൽ മതി, പിന്നെ ദൈവം എത്തിച്ചോളും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയല്ലേ യോശുവയും കാലേബും ഒക്കെ ദൈവത്തെ വിശ്വസിച്ച് ഇസ്രായേലിലേക്ക് പ്രവേശിച്ചത്, വാഗ്ദത്ത കനാൻ ദേശത്തിലേക്ക് എത്തിയത്. ബാക്കിയുള്ളവർ നിരാശ പറഞ്ഞപ്പോൾ എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ, നമുക്കത് പ്രാപിക്കാൻ പറ്റുകയില്ല. സംഖ്യാപുസ്തകം 13-14 അധ്യായത്തിൽ 13 അധ്യായത്തിൽ ഒടുവിലേക്ക് വന്നപ്പോഴേക്കും പ്രഭുക്കന്മാർ പറയാണ്, 10 ഗോത്രത്തിലെ പ്രഭുക്കന്മാർ പറയാണ്, നമ്മളെ കൊണ്ട് പറ്റുകയില്ല, അനാഖ്യമല്ലന്മാർ അവിടെ ഉണ്ട്, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വെട്ടുകളികളെ പോലെ നിൽക്കേണ്ടി വന്നു, അതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുകയില്ല. ജനത്തിന്റെ മനസ്സ് ഉരുകുമാറ് വർത്തമാനം പറഞ്ഞു. രാത്രി മുഴുവൻ അവർ കിടന്ന് കരഞ്ഞു. ജനങ്ങൾ കരഞ്ഞ് നേരം വെളുത്തപ്പോൾ ആ കരച്ചിലെല്ലാം പല്ലുകടിയായി മാറി ദേഷ്യപ്പെട്ട് മോശയെ കല്ലെറിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അപ്പോഴാണ് യോശുവയും കാലേബും ജനത്തെ അമർത്തുക, നിങ്ങൾ ദൈവത്തോട് മത്സരിക്കരുത്, അവർ നമുക്ക് ഇരയാകുന്നു, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൈവശമാക്കും. ഹല്ലേലൂയ. ഒരു വിശ്വാസത്തിന്റെ വാക്ക് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും അവരെ ദൈവം ശക്തീകരിച്ചു. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞവനെ ദൈവം ശക്തീകരിച്ചു. അവരത് ഏറ്റെടുത്തു, അവർ കൈവശമാക്കി. ഹല്ലേലൂയ. നമ്മൾ പ്രതികൂലങ്ങളുടെ നടുവിൽ അകപ്പെടുമ്പോൾ ദൈവം എന്തായാലും നമ്മളോട് സംസാരിക്കും. പക്ഷെ അത് ഞാൻ ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അത് വിശ്വസിച്ച് ആമേൻ പറയണം. മറിച്ച് ചോദ്യം ചോദിക്കാനും കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിക്കാനൊന്നും നിൽക്കേണ്ട അവിടെ. ഹല്ലേലൂയ. ഇപ്പൊ സെക്കരിയാവിനോട് ദൈവം പറഞ്ഞു, സെക്കരിയ പുരോഹിതനോട്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് സെക്കരിയ പുരോഹിതനോട് പറയുന്നുണ്ട്. അതിന്റെ 20-17 വാക്യങ്ങളിൽ സെക്കരിയ പുരോഹിതൻ പറയും, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. ഉടനെ സെക്കരിയാവിന് അത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവരെ എങ്ങനെ നടക്കും, അത് നടക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ശരി, നീ മിണ്ടണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ജനിക്കുന്നത് വരെയും പിന്നെ സെക്കരിയാവിന് ദൈവം അവന്റെ സംസാരശേഷി തിരിച്ചെടുത്തു. ആ കുഞ്ഞുണ്ടായ ശേഷമാണ് സംസാരശേഷി ലഭിക്കുന്നത്. അത് ദൈവത്തിന്റെ കൃപയാണ്. ചുരുക്കത്തിൽ ദൈവം പറയുന്നത് വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അത് പറയാൻ, അത് നടക്കും, ദൈവം പറഞ്ഞുകൊണ്ട് സംഭവിക്കും, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നടക്കും. സകല പ്രതിബന്ധങ്ങളെ ദൈവം എടുത്തു കളയും. എങ്ങനെ നടക്കുമെന്ന് ചോദിക്കേണ്ട, അത് പരിശുദ്ധാത്മാവ് ചെയ്തോളും. വഴി ഒരുക്കേണ്ടത് പരിശുദ്ധാത്മാവ്. അതിനുവേണ്ടി പുതിയ ക്രിയേഷൻ നടത്തണമെങ്കിലും, പുതിയ സൃഷ്ടി പോലും നടത്തണമെങ്കിലും ദൈവം അതിന് തയ്യാറാണല്ലോ. ഹല്ലേലൂയ, ആമേൻ. ചിന്തിച്ചാൽ ആകുലപ്പെട്ടാൽ ഒരു കാര്യം നടക്കുകയില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഏറ്റു പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമ്മളെ മറുകര എത്തിക്കുന്നവനാ. അവൻ നമ്മോട് സംസാരിക്കും. നീ ഭയപ്പെടരുത്, നീ എന്നെക്കുറിച്ച് ദൂരം സാക്ഷ്യം പറയാനുള്ളവനാ, മുൻപോട്ട് പോകാനുള്ളവനാ എന്ന് പറഞ്ഞാൽ അവൻ പറയാൻ തയ്യാറാക്കുക. അതെ, പരിശുദ്ധാത്മാവ് അത് പറയുന്നു, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ബഹുദൂരം മുൻപോട്ട് പോകാനുള്ളവരാ. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങൾ നിവർത്തിക്കാനുണ്ട്. നിങ്ങളുടെ തലമുറ പ്രാപിക്കുന്നത് കാണാനുണ്ട്. നിങ്ങളുടെ കൈകളിൽ അവരുടെ നന്മകൾ വരാനുണ്ട്. അത് സ്വീകരിച്ചോണം. ഹല്ലേലൂയ, ആമേൻ. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവ് എനിക്ക് തോന്നുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. അവരെന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ദൈവം എൻ്റെ വലതുഭാഗത്തുണ്ട്. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പരിചിതമായ വാക്യമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്.
അവനാണ് ദൈവം. അവൻ നമുക്ക് വേണ്ടി ഇടപെടും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങളെ വിശ്വസിക്കുക. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ നിറവേറും. അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കാണും. ഈ ഞായറാഴ്ച, ഇന്നത്തെ ദിവസം എല്ലാ ഞായറാഴ്ചത്തെയും പോലെ രാത്രിയിൽ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ഓൺലൈൻ വർഷിപ്പിൻ്റെ സൂം ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് ആ സൂമിലൂടെ കയറണം. ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 മണി വരെ. രാത്രി 10 മുതൽ 11 മണി വരെ ഇന്ന് ഞായറാഴ്ച രാത്രി. അതിൻ്റെ സൂമിൻ്റെ ലിങ്കോ ഐഡിയോ പാസ്വേഡൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. കാരണം നിങ്ങളുള്ള സ്പെഷ്യൽ സന്ദേശങ്ങളും ആലോചനകളും ദൂതുകളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ദൈവം ഞങ്ങളെ കടത്തിവിടുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോൾ, അതിന് നടുവിൽ ഇറങ്ങി വന്ന് നിനക്ക് വാഗ്ദാനങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കേണ്ടതാണ്, നീ ധൈര്യമായിരിക്കുന്നു പറയുന്ന ദൈവശബ്ദം കേൾക്കട്ടെ. ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കൾ ദൈവികമായ പദ്ധതിയിലൂടെ സഞ്ചരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പിശാച് ഇടയ്ക്ക് കൊണ്ടുവരുന്ന സകല തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തും കൃപയും ദൈവം നൽകും. ഞങ്ങളത് വിശ്വസിക്കുന്നു. പിതാവ് അതിനുവേണ്ടി മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ, നന്മ പ്രാപിക്കട്ടെ, ദൈവപ്രവൃത്തി കാണട്ടെ. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ശത്രുവിന്റെ ഒരു ആയുധവും ഫലിക്കുകയില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പതിവ് പോലെ കുറെ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ.